നമസ്കാരം. ഇന്ന് നമുക്ക് പൊറോട്ടയെക്കുറിച്ച് പറയാം. പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ്. പക്ഷേ പലരും പൊറോട്ട കഴിക്കുന്നത് ഒരു കുറ്റബോധത്തോടു കൂടിയാണ്. കാരണം പൊറോട്ട നല്ലതല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും, അതായത് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഡോക്ടർമാരും ഒക്കെ പറഞ്ഞ് പലരും പേടിച്ചിരിക്കുകയാണ്. പൊറോട്ട കഴിക്കുന്നത് അതുകൊണ്ട് പലരും വളരെ കുറ്റബോധത്തോടു കൂടിയാണ് കഴിക്കുന്നത്. കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല. പക്ഷേ പൂർണ്ണമായും ഒഴിവാക്കാനും പറ്റുന്നില്ല. ആ രീതിയിലാണ് പൊറോട്ടയെ പലരും കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ പൊറോട്ടയ്ക്ക് എന്താണ് കുഴപ്പം? അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പൊറോട്ടയുടെ പ്രധാന കുഴപ്പം എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന മൈദ തന്നെയാണ്. മൈദ എന്ന് പറയുന്നത് ഒരു റിഫൈൻഡ് ഫ്ലോർ ആണ്. റിഫൈൻഡ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ അതിൽ തവിട് തീരെയില്ല. തവിട് തീരെയില്ലാത്ത ഒരു പൊടിയാണ് മൈദ. ഇപ്പൊ നമ്മൾ ഗോതമ്പ് വീട്ടിൽ തന്നെ പൊടിപ്പിക്കുകയാണെങ്കിൽ ഗോതമ്പിന്റെ തവിടും മറ്റു ഭാഗങ്ങളും ഒക്കെ അതിനകത്ത് വരും. പക്ഷേ മൈദയിൽ തീരെ തവിടില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലം ഉറച്ചു പോകുന്നതിന് കാരണമാകും. അതായത് നമുക്ക് തവിടുള്ള ഭക്ഷണം, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചെങ്കിലേ നമ്മുടെ മലം ലൂസായി പോകുള്ളൂ. ഇല്ലെങ്കിൽ മലം ഹാർഡായി. അതുകൊണ്ട് തന്നെ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രമേഹ രോഗികൾ, വണ്ണമുള്ളവരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വളരെ പെട്ടെന്ന് ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതിനും അവരുടെ പ്രമേഹം വർദ്ധിക്കുന്നതിനും കാരണമാകും ഈ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ. പിന്നെ പൊറോട്ട ഉണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ. അതിനകത്ത് വെള്ളം വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വയറ്റിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ആവശ്യപ്പെടും. വെള്ളം ആഗിരണം ചെയ്യും. അങ്ങനെ ചില പ്രശ്നങ്ങളാണ് പൊറോട്ടയുടെ പ്രധാന കുഴപ്പം. പൊറോട്ട അല്ലെങ്കിൽ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമുക്ക് എന്നും കഴിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അത് വല്ലപ്പോഴും കഴിക്കാം. എങ്ങനെയാണ്? അതിന് അനുയോജ്യമായിട്ടുള്ള കോമ്പിനേഷനോട് കൂടി. ആയുർവേദത്തിൽ അങ്ങനെ ചില കോമ്പിനേഷനുകളുണ്ട്. ചിലത് ചിലതിനോട് ചേരാൻ പാടില്ല എന്നുണ്ട്. എന്നാൽ ചില മോശം സാധനങ്ങളെ നമുക്ക് നല്ല സാധനങ്ങളോട് ചേർത്ത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മോശമുള്ളതിന്റെ ഗുണങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പൊറോട്ടയുടെ പ്രശ്നം എന്താണ്? പൊറോട്ട ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു വസ്തുവാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഡ്രൈ ആക്കുക, അതായത് മലബന്ധം ഉണ്ടാക്കുന്ന ആ സ്വഭാവമുള്ള സാധനത്തെ നമുക്ക് കുറച്ച് ബൾക്ക് ഫോമിംഗ് ആയിട്ടുള്ള സാധനങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം. അതായത് പൊറോട്ട കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് പൊറോട്ട കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കാൻ പാടില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ അധികം വെള്ളം കുടി ശീലമില്ല. അങ്ങനെ വെള്ളം കുടി ശീലമില്ലാത്ത ഒരു പൊറോട്ട കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട്, നമ്മൾ പൊറോട്ടയുടെ കൂടെ കമ്പൈൻ ചെയ്യുന്ന സാധനം ഭയങ്കര എരിവും മസാലയും ഉള്ളതാണ്. ഒരിക്കലും ഒരു ഡ്രൈനെസ് ഉണ്ടാക്കുന്ന ഒരു സാധനത്തിനോടൊപ്പം ഒരിക്കലും ഒരു സ്പൈസി ആയിട്ടുള്ളതോ മസാല ആയിട്ടുള്ളതോ ചൂടുള്ള ഉഷ്ണമായിട്ടുള്ള സാധനങ്ങൾ, ഉഷ്ണം മീൻസ് തൊടുമ്പോൾ ഉള്ള ചൂടല്ല, ശരീരത്തിലുണ്ടാക്കുന്ന ചൂട്, അതായത് ശരീരത്തിൽ ചൂടുണ്ടാക്കുന്ന ഇപ്പൊ എരിവ്, മുളക്, മസാലയൊക്കെ സാധനങ്ങൾ, അത്തരം സാധനങ്ങൾ ചേർക്കാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പൊറോട്ട കഴിക്കുമ്പോൾ? പ്രധാനമായും നമ്മൾ സലാഡുകൾ പ്രധാനമായും കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. സലാഡുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചക്കറികൾ, ധാരാളം പച്ചക്കറികൾ അടങ്ങിയിട്ടുള്ള, ഫൈബർ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കൂടുതലായി പൊറോട്ട കഴിക്കുമ്പോൾ ഉൾപ്പെടുത്തണം. വെള്ളരിക്കയോ കക്കിരിക്കയോ ക്യാരറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികൾ അരിഞ്ഞ് ഒരു ബൾക്ക് ഫോമിങ് ആയിട്ടുള്ള ഒരു ബൗളിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ധാരാളം എടുത്ത് വേണം കഴിക്കാൻ. സോ പൊറോട്ട കഴിക്കുമ്പോൾ അതിനോടൊപ്പം തീർച്ചയായിട്ടും ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കണം. അല്ലെങ്കിൽ അതിനുശേഷം എപ്പോഴെങ്കിലും ഒരു ഇടവേളയിൽ പഴങ്ങൾ നന്നായിട്ട് കഴിക്കണം. പഴങ്ങൾ, ഫൈബർ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാഴപ്പഴമോ മുന്തിരിയോ അങ്ങനെയുള്ള ഓറഞ്ചോ ആപ്പിളോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പഴങ്ങൾ ധാരാളമായി ഉൾപ്പെടുത്തണം. പിന്നെ നമുക്ക് പൊറോട്ടയുടെ കൂടെ നമുക്ക് വാഴക്കൂമ്പോ അതുപോലെ വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴക്കാമ്പിന്റെ കാമ്പോ അഥവാ പിണ്ടി അതിന്റെ തോരണോ ഒക്കെ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ അവിയൽ ധാരാളമായി ഉൾപ്പെടുത്താം. ഇത്തരം സാധനങ്ങളുമായി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പൊറോട്ട കഴിക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പൊറോട്ട കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം. ധാരാളം വെള്ളം ആഗിരണം ചെയ്യുന്ന ഒരു ഭക്ഷണ സാധനമാണ് പൊറോട്ട. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. മൈദ കൊണ്ടല്ലാത്ത രീതിയിലുള്ള പൊറോട്ടകൾ കഴിക്കാം. ഉദാഹരണത്തിന് വീറ്റ് പൊറോട്ട, മൊത്തം ഹോൾ വീറ്റ് കൊണ്ടുണ്ടാക്കിയ, ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ, ആട്ടാന്ന് പറയും, അതുകൊണ്ടുണ്ടാക്കിയ പൊറോട്ട കഴിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം. പൈൽസ് ഉള്ള രോഗികൾക്കോ അല്ലെങ്കിൽ വയർ സംബന്ധമായിട്ടുള്ള മറ്റ് ദഹന പ്രശ്നങ്ങളുള്ളവർക്കോ പ്രമേഹ രോഗികൾക്കോ ഇവർക്കെല്ലാം തന്നെ പൊറോട്ട നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ പൂർണ്ണമായും അബ്സല്യൂട്ടായിട്ട് ജീവിതത്തിൽ നിന്ന് പൊറോട്ടയെ മാറ്റി നിർത്തേണ്ട ആവശ്യം ഇല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.